ഹലോ ഗായ്സ്, അസ്സാം വലൈക്കും. അപ്പോൾ ഇന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് മൈസൂർ പാലസിലായിട്ടാണ് നമ്മൾ പോണത്. ഇത് ഞങ്ങളാണ്ട് ചെന്നിട്ടുള്ള മൈസൂർ ചെന്നിട്ടുള്ള ഫസ്റ്റ് ദിവസം തന്നെയാണ് പാലസ്ക്കും സൂക്കും ഒക്കെ പോയത്. ഫസ്റ്റ് സൂ പോയിട്ട് പിന്നെ ഞങ്ങൾ നേരെ അതിൻ്റെ അടുത്ത് തന്നെ ആയതുകൊണ്ട് പാലസ് അടുത്ത് തന്നെ ആയതുകൊണ്ട് പാലസ്ക്കായിട്ട് നേരെ പോയത്. ഇപ്പോൾ ഫുള്ള് ട്രിപ്പിൻ്റെ സീസൺ ആയതുകൊണ്ട് എന്താ അറിയില്ല, ഭയങ്കര തിരക്കായിരുന്നു, ഒടുക്കത്തെ തിരക്കായിരുന്നേ. ഗൈസ്, ഇവിടെ മുഴുവൻ സ്കൂൾ കുട്ടികളാണ് ഉണ്ടാവും. സ്കൂൾ കുട്ടികൾ ട്രിപ്പ് പോന്നിട്ടുള്ളതാണ്. സീസൺ ടൈമല്ല, ഇപ്പോൾ എല്ലായിടത്തും നോക്കിയാലും സ്കൂളിൽ നിന്ന് ട്രിപ്പ് പോകണമെങ്കിൽ മൈസൂരാണല്ലോ. പിന്നെ ഞങ്ങൾ ചെരുപ്പൊക്കെ ഊരി സേഫായിട്ടൊരു കവറിലൂടെ ആക്കിയിട്ട് അവിടെ ആൾക്കാരുടെ അടുത്ത് ഏൽപ്പിച്ചേട്ടാ. മാതിരി തിരക്കിൻ്റെ ഇടയിൽ കൂടെ നമ്മളപ്പം പോകുന്നവർ ആരൊക്കെയായിരുന്നു, എവിടേക്കുള്ളതൊന്നും മനസ്സിലാവില്ല കേട്ടോ. അമ്മാതിരി തിരക്കാണ്. കൂടുതൽ മെയിനായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ സ്കൂൾ കുട്ടികൾ. കാരണം ഇപ്പോൾ സ്കൂളിൽ നിന്നൊക്കെ ട്രിപ്പ് പോകുന്ന ടൈമാണല്ലോ. പല ടൈപ്പ്, ഓരോ സ്കൂളിൽ നിന്നും പല ടൈപ്പിൽ ഡ്രസ്സിങ് സ്റ്റൈലുമൊക്കെ മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്, അവരെ കുട്ടികളൊന്ന് മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പല രീതിക്കാട്ടോ. പിന്നെ ഇതിലെന്നെ കാണാനില്ലേ ആ കുറേ കുട്ടികൾ റെഡ് ക്യാപ്പൊക്കെ ഇട്ടിട്ട്. അത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു സ്കൂളിൻ്റെ കോഡാണ് കേട്ടോ. അവരെ കുട്ടികളെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എവിടെ നിന്ന് എടുത്ത് കണ്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ആ ക്യാപ്പ് ഇട്ടിട്ടുള്ളത്. പിന്നെ വേറെ എന്തെടുത്ത് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ അത് മലയാളീസാണ് കേട്ടോ. പിന്നെ എനിക്ക് ഇവിടുന്ന് മനസ്സിലായൊരു മെയിൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ രാജ്യക്കാർക്കൊക്കെ ഇവർ 150 രൂപയാണ് എൻട്രി ഫീസ് എടുക്കുന്നത് കേട്ടോ. 150 ആണെന്ന് എൻ്റെ ഒരു അറിവിൽ. പക്ഷേ പുറം രാജ്യക്കാർ, ഇംഗ്ലീഷുകാർ അങ്ങനത്തെവർക്കൊക്കെ എടുക്കുന്നത് 1000 സംതിങ് ആണ് കേട്ടോ. 1000 എത്രയോ ആണ് എടുക്കുന്നത്. ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുന്ന ടൈമിലാണ് ഇതൊക്കെ കണ്ടത്. നമ്മളീ കണ്ടുകൊണ്ടിരിക്കുന്ന മൈസൂർ പാലസിന് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് കേട്ടോ. 1300കളിൽ ഈ കൊട്ടാരം പണി കഴിക്കപ്പെട്ട സമയത്ത് ഈ കൊട്ടാരം മുഴുവനായി പണിതിരുന്നത് തടികൾ കൊണ്ടായിരുന്നു കേട്ടോ. ആ സമയത്ത് ഈ കൊട്ടാരത്തിൻ്റെ രൂപമാതൃകയാണ് നമ്മൾ കാണുന്നത്, നേരെ കാണുന്നത്. അതിന് നേരെ തൊട്ടപ്പുറത്തുള്ളത് ചാമുണ്ടേശ്വരിയുടെ ഒരു പ്രതിമയാണ് കേട്ടോ. അതുപോലെ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പ്രധാനപ്പെട്ട അമ്പാരിയാണ്. ഏകദേശം ഇതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 750 കിലോഗ്രാം ആണെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. കൂടാതെ ഇത് സ്വർണ്ണ തകിട് കൊണ്ടാണ്, 50% ഇതിൽ സ്വർണ്ണ തകിട് കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. നമ്മൾക്ക് ഈ ഓണം കാര്യങ്ങളൊക്കെ ആഘോഷിക്കുന്ന മാതിരി കർണാടകയിലെ ആളുകളുടെ ഒരു പ്രധാനപ്പെട്ട പരിപാടിയായിരുന്നു ഈ ദസറ കേട്ടോ. 10 ദിവസമാണ് അവർ ദസറ ആഘോഷിക്കുന്നത് കേട്ടോ. ചാമുണ്ടേശ്വരി മഹിഷാസുരൻ എന്ന ഗിരാന്തനെ വരിച്ചതിൻ്റെ ഓർമ്മകളായിട്ടാണ് ജനങ്ങൾ ഈ ദസറ ആഘോഷിക്കുന്നത്. പണ്ട് കാലത്തൊക്കെ ദസറ ആഘോഷിക്കുന്ന ഭാഗമായിട്ട് ഈ ആനപ്പുറത്ത് ഈ മനോഹരമായ അമ്പാരി സ്ഥാപിക്കുകയും രാജാവിൻ്റെ വേണ്ടപ്പെട്ടവരും, അതായത് സഹോദരന്മാരും വേണ്ടപ്പെട്ടവരും മാത്രമായിരുന്നു അതിലിരുന്നിരുന്നത്. അങ്ങനെ അതിലിരുന്നു കൊണ്ടാണ് രാജാവ് നഗരപ്രദേശങ്ങളിലൊക്കെ പോയി ദസറ ആഘോഷിച്ചിരുന്നത്. ഇപ്പോഴും ഈ ദസറ ആഘോഷം നടക്കാറുണ്ട് കേട്ടോ. ഒക്ടോബർ മാസത്തിലാണ് ഇത് നടക്കാറ്. ഇപ്പോഴും അത് കാണാൻ വേണ്ടി ആയിരക്കണക്കിന് ആളുകൾ കാണാൻ വരാറുണ്ട് കേട്ടോ. ഈ ദസറ ആഘോഷം 10 ദിവസമായിട്ട് നടക്കാറ്. അതിൽ 9ാമത്തെ ദിവസം കൊട്ടാരം മുഴുവനായി ലൈറ്റ് കൊണ്ടൊക്കെ അലങ്കരിച്ച് മൊത്തത്തിൽ വൈബാക്കിയിട്ടുണ്ടാവും കേട്ടോ. ഇവിടെ ഒരു കാലത്ത് രാജാവ് നേരിട്ട് വേട്ടക്ക് ഇറങ്ങിയിട്ട് കൊലപ്പെടുത്തിയ 2 കൊമ്പനാനകളുടെ തലകളുണ്ട് കേട്ടോ. ഇത് കണ്ട വെറും നമ്മളൊരു പ്രതിമയെന്ന് വിചാരിക്കത്തുള്ളൂ, പക്ഷെ ഇത് ഒറിജിനലായിട്ട് ഒരു ആനയുടെ തലൻ്റെ ഉണ്ട്. ഈ തലയ്ക്ക് ഇപ്പോഴും കേട് കൂടാതിരിക്കാൻ വേണ്ടിയിട്ട് കെമിക്കൽ ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്ത് കൊട്ടാരത്തിൽ സ്റ്റഫ് ചെയ്ത് വെച്ചേക്കാണ് കേട്ടോ. ഈ കാണുന്നത് മുഴുവൻ രാജാവ് നഗരപ്രദേശങ്ങളുടെ ഉത്സവത്തിൻ്റെ ഭാഗമായി പോയ ചിത്രങ്ങളാണ് ഇതൊക്കെ. ഇതൊക്കെ കണ്ട് നമ്മൾ ശരിക്കും ഒറിജിനൽ ഉള്ളതാണെന്ന് വിശ്വസിച്ചു. കാരണം പിക്ക് കണ്ടു കഴിഞ്ഞാൽ, കാരണം നമ്മൾ കൺമുന്നിൽ നിൽക്കുന്ന മാതിരിയാണ് തോന്നുക. കാരണം അത്രയ്ക്ക് വൃത്തിക്കാണ് വരച്ചെടുക്കുന്നത് കേട്ടോ. ഇനി നമ്മളീ കാണാൻ പോകുന്നത് മൈസൂർ പാലസിൽ തന്നെ ഏറ്റവും മനോഹരമായ ഹാളുകളിൽ വെച്ച് ഏറ്റവും മനോഹരമായ ഒന്നാണ് ഈ കാണുന്നത് കേട്ടോ. ഇതാണ് പാലസിനുള്ളിലെ കല്യാണ മണ്ഡപം കേട്ടോ. ഇവിടെ വെച്ചിട്ടാണ് രാജകുടുംബങ്ങളിലെ എല്ലാ കല്യാണങ്ങളും അതുപോലെ മറ്റു എല്ലാ പരിപാടികളും നടന്നിരുന്നത്. പല പരിപാടികളും നടന്നിരുന്നത് ഈ മണ്ഡപത്തിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ. ഇനി നമ്മൾ കാണാൻ പോകുന്നത് മൈസൂർ ഭരിച്ചിരുന്ന പ്രശസ്ത രാജാക്കന്മാരെയും രാജ്ഞിമാരെയും മറ്റ് എല്ലാ ആൾക്കാരെയാണ് നമ്മളിനി കാണാൻ പോകുന്നത് കേട്ടോ. അങ്ങനെ കുറച്ച് വേണ്ടപ്പെട്ട ആളുകളുടെ പിക്ചറാണ് ഇവരിവിടെ പ്രദർശിപ്പിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ലോക പ്രശസ്തനായ ചിത്രകാരനായ രാജാ രവിവർമ്മയുടെ
2 പ്രധാനപ്പെട്ട ചിത്രങ്ങളാണ് കൊട്ടാരത്തിലുള്ളത്. അതിൽ പ്രധാനപ്പെട്ട ഒരു ചിത്രമാണ് ഇത് കൃഷ്ണരാജ വോഡയാർ 4ാമൻ്റെ കുട്ടിക്കാലത്തെ ചിത്രമാണ് ഈ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ കുറേ ചിത്രങ്ങൾ എനിക്ക് ഈ കൊട്ടാരത്തിൻ്റെ ഉള്ളിൽ നിന്ന് കാണാൻ പറ്റിയ കേട്ടോ. അതൊക്കെ കാണുമ്പോൾ വല്ലാത്തൊരു കൗതുകം, കാരണം നേരിട്ട് കാണുന്ന ഒരു ഫീലായിട്ട് അതൊക്കെ കാണുമ്പോൾ അത്രക്കും വെടിപ്പായിട്ടാണ് ആ ചിത്രം വരച്ചെടുക്കുന്നത്. നല്ല തിരക്കായിരുന്നു അത് കാരണം എനിക്ക് എല്ലാ പിക്കൊന്നും നേരിട്ട് കയർക്ക് കാണിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. മറ്റേ ഇത് ഞാൻ കാണിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ കുറച്ച് ചന്ദനമരം കൊണ്ടുണ്ടാക്കിയ കുറേ പെട്ടികളാണ് കേട്ടോ. ഇത് വോഡയാർ രാജവംശത്തിലെ രാജാക്കന്മാർക്ക് മറ്റു ആളുകൾ സമ്മാനമായും ക്ഷണക്കത്തായും മറ്റു പാരിതോഷികങ്ങളും കൊടുത്തിരുന്നത് ഇതുപോലത്തെ ചന്ദനം കൊണ്ടുണ്ടാക്കിയ മരത്തടികൾ കൊണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് കൊട്ടാരത്തിൻ്റെ നടുവിലുള്ള ഒരു നടുമുറ്റാണ് കേട്ടോ. പണ്ടത്തെ രാജാക്കന്മാർക്കൊക്കെ ഗുസ്തി ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. ദസറ ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് അന്ന് രാജാക്കന്മാർ ഈ നടുമുറ്റത്ത് ഗുസ്തി മത്സരങ്ങൾ സംഘടിപ്പിച്ചിരുന്നു എന്നൊക്കെയായിരുന്നു കേട്ടോ കേട്ട് കേൾവി. ഇതൊക്കെ ഞങ്ങൾ പഴയ ബുക്കുകളിലൊക്കെ വായിച്ച ഓർമ്മയാണ് കേട്ടോ. പിന്നെ ഈ കാണുന്നതൊക്കെ പണ്ട് കാലത്ത് തന്നെ ലിഫ്റ്റ് ഉണ്ടായിരുന്നു, രാജാക്കന്മാരുടെ കാലത്ത് തന്നെ ലിഫ്റ്റ് ഉണ്ടായിരുന്ന പോലെ അന്നത്തെ കേട്ടോ അതൊക്കെ. ഇതൊക്കെ രാജാക്കന്മാരും റാണിമാരൊക്കെ യൂസ് ചെയ്തിരുന്ന മിററായിരുന്നാണ് ഇവിടുത്തെ ആൾക്കാർ പറയണത്. അതേപോലെ തന്നെ രാജാക്കന്മാരും റാണിമാരൊക്കെ യൂസ് ചെയ്തിരുന്ന കസേരകളും സിൽവറിൻ്റെ കസേരകളൊക്കെയാണ് കേട്ടോ ഇതൊക്കെ. പിന്നെ പണ്ട് കാലത്ത് വെൽവെറ്റിൻ്റെ ശീല ഉണ്ടല്ലോ, അന്നത്തെ കാലത്തും ഈ വെൽവെറ്റിൻ്റെ ശീല കൊണ്ടാണ് രാജാക്കന്മാരൊക്കെ കസേര നിർമ്മിച്ചിട്ടുള്ളത് കേട്ടോ. ഇതുണ്ട് ഗൈസ് ഇവിടുത്തെ അവസ്ഥ. സ്റ്റെപ്പ് കയറി മുകൾക്കാണ് അവസ്ഥയാണ് ഈ കാണുന്നത് കേട്ടോ. അമ്മാതിരി തിരക്കാണ് കേട്ടോ ഇവിടെ നേർക്കൊന്നും ജസ്റ്റ് വീഡിയോസ് പോലും നേർക്കെടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇടയ്ക്ക്. നമ്മൾ ഈ കാണുന്ന പ്രതിമ ഉണ്ടല്ലോ, ഇത് കൃഷ്ണരാജൻ വോഡയാർ 4ാമൻ്റെ പ്രതിമയാണ് കേട്ടോ. ശരിക്കും ഇത് കാണുമ്പോൾ നമുക്ക് ഒറിജിനലായിരിക്കണം മാതിരി ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ പ്രതിമനൊക്കെ കണ്ട് നേരെ ചെല്ലുന്നത് മൈസൂർ പാലസിൽ തന്നെ ഏറ്റവും മനോഹരമായ മറ്റൊരു ഭംഗിയുള്ള ഹാളിലേക്കാണ് കേട്ടോ. അത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്ന രാജാ രവിവർമ്മയുടെ 2ാമത്തെ ചിത്രം ഈ ഹാളിലാണിട്ടുള്ളത്. ആ 2ാമത്തെ ചിത്രമാണ് സീതാ സ്വയംവരം. അത് ആദ്യമൊക്കെ കാണിച്ചു കൊടുത്തിരുന്നത്രേ ആണ്ടുള്ള പ്രവേശനം ഉണ്ടായിരുന്നു. ഇപ്പം ആണ്ട് പ്രവേശനം ഇല്ല എന്നിട്ടാണ് പറയണത്. ഗൈസ് ഇതാണ് ഇവിടുത്തെ പാലസിൻ്റെ ഉള്ളത്തെ പബ്ലിക് ദർബാർ ഹാൾ കേട്ടോ. ഇവിടെ വെച്ചിട്ടാണ് പണ്ട് കാലത്തൊക്കെ പൊതുപരിപാടികളും പൊതു ആചാരങ്ങളൊക്കെ നടന്നിരുന്നത് കേട്ടോ. പിന്നെ ഈ കാണുന്നതുണ്ടല്ലോ, ഇത് അവിടുത്തെ സീലിംഗത്തെ പെയിൻ്റാണ് കേട്ടോ. ഇതവിടെ കാണാൻ തന്നെ പ്രത്യേക രസം, കാരണം എന്താ പറയുക അത്രയ്ക്ക് വെടിപ്പായിട്ട് വരച്ചെടുത്തിരിക്കുന്നത് കേട്ടോ. അതൊക്കെ ഈ കാണുന്ന സീലിങ്ങിലെ വർക്കൊക്കെ ഇങ്ങനെ ഇത്രയും വെടിപ്പായിട്ട് വരച്ചെടുക്കണമെങ്കിൽ ഇവരെ കഴിവെന്ന് ആലോചിച്ചേക്ക് ഗൈസ്. പിന്നെന്താ ഇവിടുത്തെ പ്രത്യേക കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ മെയിനായിട്ടുള്ള ഹാളുകൾക്കും കാര്യങ്ങൾക്കൊന്നും നമുക്ക് പ്രവേശനമില്ല കേട്ടോ. നമുക്കിവിടെ പുറത്ത് നിന്ന് കാണുന്നല്ലാണ്ട് അണ്ടൊന്നും പ്രവേശിക്കാനൊന്നും പാടില്ല കേട്ടോ.
ഇനി നമ്മൾ പോണത് ഇവിടെ തന്നെ മെയിൻ ആയിട്ടുള്ള ഹാളുകളിലെ മറ്റൊരു ഹാളായ പ്രൈവറ്റ് ദർബാർ ഹാളിലേക്കാണ് കേട്ടോ. കാണുമ്പോൾ തന്നെ മൊത്തത്തിലൊരു സ്വർണ്ണമയം ഉണ്ട് കേട്ടോ. പണ്ട് രാജാവും അതുമാതിരി തൻ്റെ മന്ത്രിമാരും അതുമാതിരി തൻ്റെ പ്രധാനപ്പെട്ട ആൾക്കാരൊക്കെ മാറ്റി രാജാവ് പണ്ട് മീറ്റിംഗ് നടത്തിയിരുന്ന് ഇവിടെ വെച്ചിട്ടായിരുന്നു എത്ര കേട്ടോ. പിന്നെ ഈ കാണുന്നതൊക്കെ ഇവിടുത്തെ സിൽവറിൻ്റെയും ചെമ്പിൻ്റെ ഒക്കെ ഡോറുകളാണ് കേട്ടോ ഈ കാണുന്നതൊക്കെ. പിന്നെ ഇത് ഏകദേശം നമ്മളതൊക്കെ കണ്ട് നല്ല അടിപൊളിയായിട്ട് കണ്ട് നേരെ താഴോട്ട് പോവാണ് കേട്ടോ. ഗൈസ് നമ്മളിതൊക്കെ ആസ്വദിച്ച് കാണുമ്പോൾ ഐസിക്ക് അപ്പോഴത്തേക്ക് ഭ്രാന്ത് പിടിച്ചിങ്ങനെ കേട്ടാ. നമുക്കിതൊക്കെ പാടെ കണ്ടിട്ട് ആൾക്കാരെ തിരക്കും കുത്തിത്തിരക്കൊക്കെ പാടെ കണ്ടിട്ട് ദേഷ്യം പിടിച്ചിട്ട് ആകെപ്പാടെ കുറുമ്പട്ടി നടക്കുകയാണ് കേട്ടോ. എല്ലാവരോടും തെറ്റി നടക്കുകയാണിത്. ഇതിൽ രസം എന്താണെന്നറിയോ, ഷാലിനോടാട്ടോ എനിക്ക് മെയിനായിട്ടുള്ള പ്രശ്നം മുഴുവൻ. ഓളറ്റാണ് മെയിനായിട്ട് തെറ്റ്. അപ്പോൾ ഇതേ ഞങ്ങൾ വൈകുന്നേരത്തോടു കൂടി പാലസിൻ്റെ ഉള്ളിൽ നിന്ന് പോകുന്ന കേട്ടോ. പാലസ് ഇപ്പോൾ ഞങ്ങൾ പോകുന്ന ടൈമിൽ എല്ലാം ലൈറ്റ് ഇട്ടേക്കണം കേട്ടോ. അപ്പോൾ നല്ല എന്താ പറയുക പ്രത്യേക ഒരു ഭംഗിയുണ്ട്. പാലസിൻ്റെ ചുറ്റുപാടും ഫുള്ളായിട്ട് മഞ്ഞ ലൈറ്റ് കൊണ്ട് അലങ്കരിച്ചു കേട്ടോ. അപ്പോൾ ഇതേ ഞങ്ങൾ റൂമൊക്കെ എടുത്ത് ഞങ്ങളെ ലഗേജും കാര്യങ്ങളൊക്കെ ഇവിടെ ഓൾറെഡി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. അയ്യോ കുറുമ്പ് കിട്ടിയിരുന്നു. അജി ചീച്ചിക്കുട്ടി ആവുന്നുണ്ട് കേട്ടോ. അജി ചീച്ചിക്കുട്ടി ആവുന്നുണ്ട്. അജിക്ക് കുടുംബാണ് ഗൈസ്. അജിക്ക് കുടുംബാണ്. ഫോൺ പിന്നെ ഇതാണ് ഞങ്ങളുടെ അടുത്ത രണ്ടാമത്തെ റൂം കേട്ടോ. ഒക്കെ സെയിമാണ്, ഒരേപോലെ തന്നെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇതേ നമ്മൾ മൈസൂർ പാലസ് വ്ളോഗ് ഇത്രേ ഉള്ളൂ. ഇനി വ്ളോഗ് മൈസൂരിൽ തന്നെ ഇനി വരുന്നതായിരിക്കും. എല്ലാവരും വെയിറ്റ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇനി നെക്സ്റ്റ് ഒരു വീഡിയോയിൽ വരുന്നത് വരേക്കും. അസ്സലാമു അലൈക്കും.